അങ്ങനെ തലയും പിള്ളാരും വീണ്ടും എത്തുന്നു. അതെ, ഛോട്ടാ മുംബൈ സിനിമ റീ റിലീസിനൊരുങ്ങുന്നു. മണിയമ്പിള്ള രാജുവിൻ്റെ മകനായ നിരഞ്ജനോട് ഒരു ആരാധകൻ ഇൻസ്റ്റാഗ്രാമിൽ ഛോട്ടാ മുംബൈ സിനിമയുടെ റീ റിലീസ് ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് നിരഞ്ജൻ പറഞ്ഞത്. ലാലേട്ടൻ ഉൾപ്പെടെ സിനിമയിൽ വന്നവരും പോയവരും എല്ലാം അഴിഞ്ഞാടിയൊരു സിനിമ തന്നെയാണ് ഛോട്ടാ മുംബൈ. അതുപോലെ നടേശൻ എന്ന കലാഭമണിയുടെ വില്ലൻ ക്യാരക്ടറും സിനിമയിലെ വൻ പോസിറ്റീവ് തന്നെയാണ്. ഇതുപോലെയുള്ള പക്ക കോമഡി ആക്ഷൻ എൻ്റർടൈനർ ഇനിയും ലാലേട്ടനിൽ നിന്നും ഉണ്ടാകണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. ജിത്തുമാധവൻ്റെ പ്രൊജക്റ്റൊക്കെ അത്തരത്തിലുള്ളൊരു ചിത്രമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഛോട്ടാ മുംബൈക്ക് ശേഷം മണിയമ്പിള്ള രാജുവിൻ്റെ പ്രൊഡക്ഷനിൽ ഇനി ലാലേട്ടൻ അഭിനയിക്കാൻ പോകുന്നത് പുതുമുഖ ഡയറക്ടർ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലായിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു പ്രൊജക്റ്റും നിരഞ്ജൻ കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എന്നായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ക്ലാരിറ്റിക്ക് വേണ്ടി ഇനി സിനിമയുടെ ടീം ലാലേട്ടനുമായി ചേർന്ന് ഒരു മീറ്റിംഗ് ഉടനെ വെക്കുന്നുണ്ട്. അതുപോലെ കൃഷാന്തിൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന ചിത്രം ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.